കണ്ണപ്പ. ഒരു സൗത്ത് ഇന്ത്യൻ മൂവിയിൽ ഇത്രയും വലിയൊരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രീം കാസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ്, ശരത് കുമാർ, പിന്നെ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത വിഷ്ണു മഞ്ജു, മോഹൻ ബാബു, അദ്ദേഹത്തിൻ്റെ ഫാദർ കുറച്ച് ഫേമസ് ആണ്. പിന്നെയും തീർന്നിട്ടില്ല, നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഐശ്വര്യ ഭാസ്കരൻ, മധുബാല. അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള കാസ്റ്റിങ്ങുമായിട്ട് ഈ സിനിമ നമ്മുടെ രാജമൗലി എങ്ങാനുമായിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഗംഭീരമാക്കുമായിരുന്നു. അവിടെയാണ് ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ റൈറ്ററുമായിട്ടുള്ളൊരു സിങ്ക്രണൈസേഷൻ്റെ കുറവാണോ, ഈ സിനിമ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നൊരു മുൻവിധി ഉണ്ടായിരുന്നു. എങ്കിലും കണ്ണപ്പ എന്ന് പറയുന്ന ഒരു നായനർ, അദ്ദേഹം 63 നായനേഴ്സിൽ ഒരാളാണ്. അതായത് ഒരു ശൈവിറ്റ് സെയിൻ്റ് ആണ്. ശൈവ ഫിലോസഫി പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന ഒരു സിദ്ധന്മാരെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ പറയാം. അപ്പോൾ ഈ ശൈവ സെയിൻസ് എന്ന് പറയുന്നത് ആ കാലത്ത് ബുദ്ധമതം, ജൈനമതം ഒക്കെ അങ്ങനെ പ്രോസ്പർ ചെയ്യുന്ന സമയത്ത് ഈ ശൈവ സിദ്ധാന്ത ഫിലോസഫി കൂടെ എക്സിസ്റ്റ് ചെയ്യണം എന്ന് മുൻകൂട്ടി കണ്ടിരുന്ന സെയിൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ശൈവ ആരാധനയോടുള്ള ഒരു അർപ്പണമെല്ലാം അത് പോയംസ് ആയിട്ടൊക്കെ എഴുതി പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു സിദ്ധനാണ് ഈ കണ്ണപ്പ നായനാർ എന്ന് പറയുന്നത്. ഈ 63 നായനേഴ്സിൽ ഒരാളാണ് നമ്മുടെ കേരളത്തിലുള്ള ചേരമാൻ പെരുമാൾ. ഇപ്പം ഞാൻ ഈ സിദ്ധ മെഡിസിനിൽ ശരിക്കും ഇൻസ്പയർഡ് ആകാനുള്ള ഒരു മെയിൻ റീസൺ ഈ ശൈവ ഫിലോസഫിയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ഈശ ഫൗണ്ടേഷൻ സന്ദർശിച്ചിട്ടുണ്ടാവാം. എന്നാൽ അവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ ആ ഒരു ധ്യാനലിംഗത്തിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഈ കണ്ണപ്പ നായനറുടെ ഒരു സ്കൾപ്ചർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുമുണ്ട്. അതായത് ശിവഭക്തിയിൽ മുഴുകുന്ന ഒരാൾ ശിവഭക്തിയിലുള്ള അർപ്പണം കൊണ്ട് തൻ്റെ സ്വന്തം കണ്ണുകളെ സമർപ്പിക്കുന്നതായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഇദ്ദേഹം. അപ്പോൾ എന്തായാലും ഈ ശൈവ ഫിലോസഫി അല്ലെങ്കിൽ നായനറെ കുറിച്ചൊക്കെ ഉള്ള കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് ഞാൻ കൂടുതൽ കളക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും ശൈവ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിൽ തന്നെ. ഇപ്പോൾ ഒരു ഗോപ്യമായ അറിവ് അല്ലെങ്കിൽ ഒരു നിഗൂഢമായ ഒരു അറിവായതുകൊണ്ട് തന്നെ അതുമായിട്ട് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അതിൻ്റെ ലിങ്ക്, ആ വീഡിയോസിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുത്തേക്കാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഓർ ദ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ക്യാൻ ഗോ ത്രൂ ദാറ്റ് വീഡിയോ. നമ്മൾ ഈ സ്കൂൾ കലോത്സവമൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ടീം അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അവതരണം എത്ര മോശമാണെങ്കിലും, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ മകൻ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടോ മോശമായിട്ടോ പെർഫോം ചെയ്യുന്നു എന്നുള്ളതല്ല, അവനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നിലെ ദൗത്യം. അതിപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് അത് പെർഫോം ചെയ്യുന്നതെങ്കിലും ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അതുപോലൊരു പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് ശൈവ ഫിലോസഫിയായിട്ട് ബന്ധപ്പെടുന്ന ഒരു കഥ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ സിനിമയിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തമിഴിൽ പല പഴയ സിനിമകളും വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ശൈവ ഫിലോസഫി ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമകളും വന്നിട്ടില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഈ ഫിലോസഫി പലർക്കും അറിയത്തില്ല. ഇതൊരു ഗോപ്യമായ അറിവായിട്ട് എന്നും ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. അറിയേണ്ടവർ ആ ഒരു മേഖലയിൽ എത്തുന്നുണ്ട്, അത് അറിയുന്നു, മനസ്സിലാക്കുന്നവർ തിരിച്ചറിയുന്നു. പക്ഷെ അത് അവരുടെ സ്വകാര്യമായിട്ടുള്ള സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ആത്മനിർവൃതിക്കായിട്ട് അവർ വിനിയോഗിക്കുന്നു. എന്നാൽ മറ്റുള്ളവരിലേക്ക് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആരും ശ്രമിക്കാത്തതല്ല, മറിച്ച് ഈ ഒരു അറിവിലേക്ക് എത്താൻ അർഹരായിട്ടുള്ളവർ ഈ അറിവിലേക്ക് എത്തും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ശൈവ ഫിലോസഫി എന്നും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല കാസ്റ്റൊക്കെ ഉണ്ടായിട്ട് പോലും ഇവർക്കിത് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. CG ആയിരുന്നാലും ഇവർ പല CG ഏരിയാസ് വരുമ്പോൾ അല്ലെങ്കിൽ CGയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള സീൻസ് വരുന്ന സമയത്ത് അവർ CGI എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പാർട്ട് ഫ്രം ദാറ്റ് സീൻ പിന്നെ കാണിക്കുന്ന എല്ലാം ഔട്ട്ഡോറിൽ അവർ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നതാണെന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് CGI എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ VFX യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല നല്ല ലൊക്കേഷൻസ് ഹണ്ട് ചെയ്തിട്ട് അവിടെ പോയി ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഇതിലെ പല വിഷ്വൽസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, എങ്ങനെ ഈ കഥയെ പറഞ്ഞു വെക്കണമെന്നുള്ളതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഇതിൻ്റെ ഡയറക്ടർക്കുണ്ട്, ഇതിൻ്റെ റൈറ്റർക്കും ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർ തമ്മിലുള്ളൊരു സിങ്ക് കുറവ് ഇതിനകത്ത് നന്നായിട്ടുണ്ട്. അതില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഇത്ര ടോപ്പ് നോച്ച് കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടെങ്കിലും ബാക്കി ഒന്നും അങ്ങോട്ടൊരു പ്രോപ്പർ എക്സിക്യൂഷൻ നടക്കത്തില്ല. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചത്. പിന്നെ ടെക്നിക്കൽ സൈഡിൽ എടുത്ത് പറയേണ്ട, ഞാൻ ഒരുപക്ഷെ ഈ സിനിമ കാണാനുള്ള ഒരു റീസൺ സ്റ്റീഫൻ ദേവസി, അദ്ദേഹമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഓവറോൾ മ്യൂസിക് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഓക്കെ എന്ന് പറയാം. ഇത് ആദ്യം ഒരു റിലീസ് ചെയ്ത പാട്ടൊക്കെ അത്യാവശ്യം നല്ല ഹിറ്റായിട്ടൊക്കെ ഓടിയതാണ്. പിന്നെ ബാക്കിയുള്ള പാട്ടുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാട്ടുകളെന്ന് മാത്രമല്ല ഈ സിനിമ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ടെംപ്ലേറ്റ് പിടിച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു പഴയ കാലഘട്ടം കാണിച്ചുകൊണ്ട് രാജമൗലി ബാഹുബലി നന്നായിട്ട് ചെയ്തു വെച്ചതാണ്. അപ്പൊ ആ ഒരു റെഫറൻസ് അവർ വെച്ചുകൊണ്ടാണ് ഈ ഒരു സീൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്താൽ ആളുകൾ അത് വെൽക്കം ചെയ്യും എന്നൊക്കെ ഉള്ളൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ആ ഒരു ടെംപ്ലേറ്റ് അവർ ഇതിനകത്ത് പിടിച്ചിരിക്കും. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബാഹുബലിയായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അവിടെയാണ് ആ ഒരു ടെംപ്ലേറ്റ് കോപ്പി ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ ഈ മ്യൂസിക്
അത്യാവശ്യം അദ്ദേഹം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ടാവും ഇതിൽ നിന്ന് വലിയൊരു ഔട്ട്റീച്ച് അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഉഴപ്പ് എവിടെയൊക്കെ പിന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഭയങ്കര ലിഫ്റ്റിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എത്ര ശ്രമിച്ചാലും ആ ഒരു സീൻ എലിവേറ്റഡ് ആവില്ല എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഉഴപ്പി വിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉള്ളൊരു സൗണ്ട് പ്രോഗ്രാമിംഗ് ഒക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ മീൻ സൗണ്ട് ഡിസൈനിങ്, പ്രത്യേകിച്ച് ആ ഒരു ശൈവമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറേ ഇൻസ്ട്രുമെന്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെണ്ടയുടെ യൂസേജ് ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രഫി, VFX ഒക്കെ ഓൾറെഡി അവർ ആ പ്രീഡിറ്റർമൈൻ ടെംപ്ലേറ്റ് പിടിച്ചിട്ടാണ് അവർ ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതുമയൊന്നും തോന്നുന്നില്ല. എവിടെയൊക്കെയോ ബാഹുബലിയുടെ ഒരു കോപ്പി പോലെ നമുക്ക് അനുഭവപ്പെടും അത് കാണുമ്പോഴത്തേക്ക്. പിന്നെ കഥയിൽ തന്നെ ഇവർ ഈ ശൈവ ഫിലോസഫി ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം വേദാന്ത കോൺസെപ്റ്റും കൂടെ ഇതിനകത്തൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടുതൽ കാണിച്ചതാണോ എന്നറിയത്തില്ല. അതായത് ഈ കണ്ണപ്പ നായർ എന്ന് പറയുന്നത് ത്രേതായുഗത്തിലെ അർജുനനാണെന്നുള്ള രീതിയിലുള്ളൊരു നറേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വേദിക് കോൺസെപ്റ്റിനെയും ശൈവ കോൺസെപ്റ്റിനെയും ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി അവരൊന്ന് തിരക്കഥയിൽ ശ്രമിച്ചതായിരിക്കാം. ഇനി അതും എനിക്ക് അത്രത്തോളം കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ആ ഒരു ത്രേതായുഗമായിട്ട് കണക്ട് ചെയ്താണ് നമ്മുടെ ലാലേട്ടൻ വരുന്നത്. അപ്പോൾ അവിടെ ഏകലവ്യന്റെ റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ സാധനത്തിന്റെ ലെങ്ത് അങ്ങ് കൂടി. ഇതിപ്പോൾ ആ ഒരു ലെങ്ത് പോലും നമ്മളൊരു വ്യൂവർ എന്നുള്ള നിലയിൽ കൂടുതലിട്ട് ബോറടിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് ഇതുവരെ സിനിമയിൽ അങ്ങനെ, അതായത് ഒരു ന്യൂജൻ സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ചെന്നത്. പക്ഷേ എനിക്ക് ഈ സിനിമ ഒട്ടും വർക്കായില്ല. ദാറ്റ് മീൻസ് ആ കഥയോ ആ കോൺസെപ്റ്റോ ഒന്നുമല്ല, ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതി എനിക്ക് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 5 റേറ്റ് ചെയ്യാണ്. അപ്പോൾ അതാണ് ഒരു നിരാശ തോന്നിയത്. ഇത്തരത്തിലൊരു നല്ല സബ്ജക്റ്റ് രാജമൗലിയൊക്കെ എടുത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഗംഭീരമാക്കി എടുത്തണേ. അപ്പോൾ എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.